ഓക്കെ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ JCNDSD-യുടെ ആഴ്ചതോറുമുള്ള ഡിസ്കഷൻ പ്രോഗ്രാമിലേക്ക് JCNDSD-യുടെ ബഹുമാന്യ പ്രേക്ഷകരെ ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആഴ്ചകളിൽ ബുധനാഴ്ചയും ശനിയാഴ്ചയുമായി നടന്നു വരുന്ന ബൈബിൾ അധിഷ്ഠിത ഡിസ്കഷൻ പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴിയും നേരിട്ട് ഫോണിലും ഞങ്ങൾക്ക് ലഭിച്ചു വരുന്ന ചോദ്യങ്ങളെ ആസ്പദമാക്കിയുള്ള പ്രതിവാര ഡിസ്കഷന്റെ വീക്കെൻഡ് പ്രോഗ്രാമിൽ ഈ ദിവസം ഞങ്ങൾ ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന വിഷയം മാമറയുടെ തോപ്പിൽ അബ്രഹാമിന് പ്രത്യക്ഷപരായ 3 പുരുഷന്മാർ ആരൊക്കെ, അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആണോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയത്തിന് ആധാരമായി ഉള്ള ടോപ്പിക്. ഈ വിഷയത്തിൽ ധാരാളമായ തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് പെന്തക്കോസ്തൽ സമൂഹം വ്യാപകമായി മാമറയുടെ തോപ്പിൽ അബ്രഹാമിന്റെ അടുക്കൽ വന്ന 3 പുരുഷന്മാർ, ഒന്ന് പിതാവും ഒന്ന് പുത്രനും ഒന്ന് പരിശുദ്ധാത്മാവും ആണ് എന്നുള്ളൊരു പഠിപ്പിക്കൽ അത്യാവശ്യം സ്വയം ബൈബിൾ ടീച്ചർ എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു ദേവദാസൻ മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ ഈ 18-ാം അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്ന 3 പുരുഷന്മാർ ഈ 3 ദൈവത്തിലുള്ള 3 വ്യക്തികളാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ചെയ്തതായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ പാനൽ പ്രീച്ചേഴ്സ് അതിന് മറുപടി കൊടുത്തിട്ടുമുണ്ട്. എന്നിരുന്നാൽ തന്നെയും ആത്മീയ മണ്ഡലത്തിൽ ബൈബിളിനെ കുറിച്ച് കൂടുതലായി പരിജ്ഞാനമില്ലാത്തവർക്ക് ദൈവം 3 വ്യക്തികളാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലുള്ള 1ഉം 2ഉം വാക്യത്തെ ആസ്പദമാക്കി മമ്രയുടെ തോപ്പിൽ അബ്രഹാമിന് പ്രത്യക്ഷമായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആണ് എന്നുള്ളൊരു പഠിപ്പിക്കൽ പെന്തക്കോസ്തൽ ഗോളത്തിൽ വ്യാപകമായി ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് നാളിതുവരെ ലഭിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ആസ്പദമാക്കിക്കൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ എന്നോടൊപ്പം ഈ ദിവസം ചർച്ചയിൽ പാനലിലുള്ളത് ദുബൈയിൽ നിന്നും ബ്രദർ വിൽസൺ ബെഞ്ചമിൻ, മുംബൈയിൽ നിന്നും പാസ്റ്റർ എബ്രഹാം കുട്ടി PG, കൊച്ചിയിൽ നിന്നും പാസ്റ്റർ ജോയ് കെ ജോസഫ്, ഒപ്പം കൊച്ചിയിൽ നിന്നും ബ്രദർ സൈമൺ ബെഞ്ചമിൻ, കൊട്ടാരക്കരയിൽ നിന്നും പാസ്റ്റർ M ബേബി, ഇറാഖിൽ നിന്നും ഞങ്ങളെ സഹോദരൻ ജോൺ C അഥവാ ഗീവർഗീസ് എന്നിവരാണ് ഇന്ന് ദിവസം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായി പാനലിലുള്ളത്. ഞാൻ ബ്രദർ ജോസ് വർഗീസ് കോട്ടയത്ത് നിന്നും ഇന്നത്തെ ലഭിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിനായി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഏതാനും ചോദ്യങ്ങൾ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പാനലിസ്റ്റുകളോട് ചോദിച്ച് നിങ്ങൾക്ക് ഉത്തരം നൽകുവാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്ന സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഒപ്പം പാനലിലുള്ള എല്ലാവരെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. എൻ്റെ ആദ്യത്തെ ചോദ്യം പാസ്റ്റർ ജോയ് കെ ജോസഫിനോടാണ്. ഇതാണ് ചോദ്യം. പാസ്റ്റർ, അബ്രഹാമിന്റെ അടുക്കൽ പ്രത്യക്ഷനായ അതേ ദൈവം തന്നെയാണോ യെശയ്യാവ് ദർശനത്തിൽ കണ്ട ദൈവം? അങ്ങനെയെങ്കിൽ അത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം വ്യക്തമായെങ്കിൽ പാസ്റ്റർക്ക് ഈ ചോദ്യത്തിന് മറുപടി നൽകാവുന്നതാണ്. കർത്താവിന്റെ ദാസന് നന്ദി അറിയിക്കുന്നു. പാനലിലുള്ള എല്ലാ കർത്താവിന്റെ ശ്രേഷ്ഠ ദാസന്മാർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ JCNDSD എന്ന ഈ ഗ്രൂപ്പിലൂടെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ട് ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുകയും വളരെയധികം ആത്മാർത്ഥമായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കേൾവിക്കാരായിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ കർത്താവിന്റെ ദാസന്റെ ചോദ്യത്തിന് മാത്രം ഒന്ന് മറുപടി പറയുകയാണ്. വിശദീകരണങ്ങളൊന്നുമില്ല. ഒന്നാമത്, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 1, അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. യഹോവയാണ് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായത് എന്നവിടെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതിന്റെ 22-ാം വാക്യം വായിക്കുമ്പോഴും നമുക്കത് കാണാം. യഹോവ അബ്രാഹാമിന്റെ സന്നിധിയിൽ നിൽക്കുന്നു, 2 ദൂതന്മാർ സോദോമിലേക്ക് പോകുന്നു. 19-ാം അധ്യായത്തിന്റെ 1-ൽ ആ സോദോമിൽ 2 പേര് ചെന്ന് കയറുന്നത് കാണാം. അവിടെ യഹോവയാണ് എന്ന് കാണുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ കർത്താവിന്റെ ദാസൻ ചോദിച്ചത് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിലെയാണ്.
ഇത് വലിയ വിവാദം ആക്കി വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ട തൃത്വ സ്നേഹിതര് കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടുള്ള വാക്യമായത്. യെശയ്യാവ് 6-ാം അധ്യായത്തിൽ ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തൻ 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു നിന്ന് ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് അവിടെ ആർക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ഇതും വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു അധ്യായമാണ്. പരിശുദ്ധൻ 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 എന്ന് 3 പ്രാവശ്യം പറയുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധൻ 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 ഒരു രാപകൽ അവർ പറയുകയാണ്. ഇവിടെയും യഹോവയാണ് സ്തുതിക്കുന്നത്. ഈ 2 ഭാഗത്തും പറയുന്ന യഹോവ ഒരേ ദൈവത്തെ തന്നെയാണ്. ഈ ദൈവം ആരാണെന്നുള്ള ചോദ്യം കർത്താവിന്റെ ദാസൻ ചോദിച്ചു. അതും കൂടെ ഞാൻ പറയാം. 8-ാം അധ്യായം, യോഹന്നാൻ 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യേശു പറഞ്ഞു, അബ്രഹാം എന്റെ ദിവസം കാണും എന്നതിനാൽ സന്തോഷിച്ചു. അവൻ കണ്ടുവരിക്കുന്നു. അവര് പറഞ്ഞു, നിനക്ക് 50 വയസ്സായിട്ടില്ല. പരീശന്മാര് പറഞ്ഞു, പിന്നെ നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട്. അബ്രഹാം എന്റെ ദിവസം കാണുമെന്ന് ഉള്ളത് കൊണ്ട് ഉല്ലസിച്ചു, കണ്ടുപിരിക്കുന്നു എന്ന് പറയുക. അപ്പൊ അവിടെ പ്രത്യക്ഷപ്പെട്ട യഹോവ അത് യേശുവാണെന്ന വ്യക്തമായിട്ട് ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇനി യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ കാണുന്നത്, അവിടെയും ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു ദർശനം ഇവിടെ കാണുകയാണ്. അതാരാണെന്നുള്ള ചോദ്യത്തിന് മറുപടി, ഈ 2 ഇവിടെ വെളിപ്പെട്ട യഹോവ തന്നെ യേശുവാണെന്ന് യേശു തന്നെ സമ്മതിച്ചിരിക്കുക. അതിന് വായിക്കേണ്ട വാക്യം യോഹന്നാൻ 12:41. പലപ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പിലൂടെ ദൈവദാസന്മാരെല്ലാം അത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. 12:41 പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് യെശയ്യാവ് കണ്ടതെന്ന് അവിടെ വ്യക്തമായിട്ട് കാണുന്നു. മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. ഓക്കെ, പാസ്റ്റർ, ഉത്തരം വ്യക്തമാണ്. ഇനി കൂടുതൽ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പിന്നാലെ ചോദിക്കുന്നതായിരിക്കും. അപ്പോ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ മമ്രയുടെ തോപ്പിൽ അബ്രഹാമിന് പ്രത്യക്ഷമായത് യഹോവയാണെന്നും യഹോവ അബ്രഹാമിന്റെ സന്നിധിയിൽ നിൽക്കെ 2 ദൂതന്മാർ സോദോമിലേക്ക് പോയി എന്നും വായിച്ചു. അതുപോലെ തന്നെ യെശയ്യാ പ്രവചന പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ യെശയ്യാവ് കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ സറാഫുകൾ 6 ചിറകുകൾ കൊണ്ട് 2 കൊണ്ട് പറന്നും 2 കൊണ്ട് പാദം മൂടിയും 2 കൊണ്ട് കണ്ണു മൂടിയും സൈന്യങ്ങളെ ഹോ പരിശുദ്ധൻ 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 എന്ന് ആർപ്പിടുന്നത് കണ്ടു. അവിടെ സിംഹാസനത്തിൽ പ്രത്യക്ഷനായിരുന്നത് യഹോവ തന്നെയാണ്. എന്നാൽ ആ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവായി വെളിപ്പെട്ടതെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തെ ആധാരമാക്കി കർത്താവിന്റെ ദാസൻ ഓർമ്മിപ്പിച്ചത് ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർ തീർച്ചയായിട്ടും ആ വചനങ്ങൾ അതിന്റെ മുൻപിലും പുറകിലുമുള്ള വാക്യങ്ങളോടൊപ്പം ചേർത്ത് വായിച്ച് മനസ്സിലാക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ 2ാമത്തെ ചോദ്യം ബ്രദർ സൈമനോടാണ്. ബ്രദർ സൈമൺ, ഇതാണ് ചോദ്യം. അബ്രഹാമിന് മാമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായത് ദൈവമാണെങ്കിൽ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും? ബ്രദർ സൈമന് ചോദ്യം മനസ്സിലായെങ്കിൽ ഉത്തരം നൽകാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ചോദ്യമാണ്. അപ്പം അബ്രഹാമിനെ 3 പേര് വന്നിട്ടുണ്ട് അവിടെ അബ്രഹാമിനെ കണ്ട്. തൃത്വക്കാരുടെ പ്രകാരം അവര് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാണ്. പക്ഷെ വചനത്തിനകത്ത് ക്ലിയർ ആയിട്ട് ജോയ് പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ 2 ഏഞ്ചൽസും ഒരു ലോർഡായിട്ടുള്ള കാര്യമാണ് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. അവിടെ പേര് പറഞ്ഞിട്ടില്ല. അപ്പം ലോർഡ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ലോർഡ് എന്ന് പറഞ്ഞാൽ ലോർഡ് ഈസ് ഗോഡ് എന്നുള്ള ടീച്ചിങ് ആണ് ബൈബിളിനകത്ത് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. അപ്പം ദൈവത്തിനെ അവിടെ അബ്രഹാം കണ്ട്, അല്ലെങ്കിൽ അബ്രഹാം ദൈവത്തിനോട് സംസാരിച്ചെന്ന് വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചപ്പോ തന്നെ ബൈബിളിലെ കുറച്ച് വചനങ്ങളുണ്ട്. ഇപ്പം എക്സോഡസിനെ 33:20 പറയുന്നത്, ആൻഡ് ഹീ സെഡ് thou cannot see my face, for there shall no man see me and live. അപ്പം പഴയ നിയമത്തിനകത്ത് ദൈവം പറയുന്നു, ആർക്കും എന്റെ മുഖം കാണാനൊക്കത്തില്ല, കാണുന്നവൻ ജീവിക്കത്തില്ലെന്നാ പറഞ്ഞേ. അപ്പൊ ഇവിടെ
നമ്മൾക്ക് പിന്നെ ഒന്നും കൂടെ പരിശോധന ചെയ്യേണ്ട, ഇത് ഒരു വചനമായിരിക്കും, ചിലപ്പോൾ ഒരു വചനം ആയതുകൊണ്ട് ബൈബിൾ പ്രകാരം നമുക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ വചനം കൂടെ നമുക്ക് കാണാം. പുതിയ നിയമത്തിനകത്ത് യോഹന്നാന്റെ സുവിശേഷം 1:18 പറയുന്നുണ്ട്, നോ മാൻ ഹാസ് സീൻ ഗോഡ് അറ്റ് എനി ടൈം. ആരും ദൈവത്തിനെ ഒരു നാളും കണ്ടിട്ടില്ല. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താ പറഞ്ഞാൽ, ദ ബിഗോട്ടൻ സൺ വിച്ച് ഈസ് ഇൻ ദ ബോസം ഓഫ് ദ ഫാദർ ഹി ഹാഡ് ഡിക്ലെയർഡ് ഹിം. അപ്പം ആ പുത്രൻ മാത്രം, ബോസം ഇരിക്കുന്ന പുത്രൻ മാത്രമാണ് ദൈവത്തിനെ ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ദൈവം ആര്, ദൈവത്തിന്റെ പേരെന്ത്, ഇതെല്ലാം ഡിക്ലെയർ ചെയ്തേക്കുന്ന ആ പുത്രൻ ആണെന്നുള്ള കാര്യമാണ് വ്യക്തമായി പറഞ്ഞത്. അപ്പൊ പിന്നെ നമ്മളുടെ ചോദ്യം ബാക്ക് ടു ആവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം യേശു ദൈവം ആണെന്നും ബൈബിളിനകത്ത് പുതിയ നിയമത്തിനകത്ത് പറയുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാം, അബ്രഹാമിനെ കണ്ടത് ആരാന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാക്കണം ഇനി. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമേ നോക്കാം, യോഹന്നാന്റെ സുവിശേഷം 8:56 പറയുന്നുണ്ട്, യുവർ ഫാദർ അബ്രഹാം റിജോയ്സ് ടു സീ മൈ ഡേ. അപ്പം അബ്രഹാം റിജോയ്സ് ചെയ്തെന്നാ പറയുന്നത്, ഹി സോ ഇറ്റ് ആൻഡ് വാസ് ഗ്ലാഡ്. അപ്പം അബ്രഹാം യേശുവിനെ കണ്ടെന്നുള്ള കാര്യം യേശു സ്വന്തം വാഗുകൊണ്ട് തന്നെ പറയുന്നത്, അബ്രഹാം എന്നെ കണ്ടു, അവൻ അത് കണ്ട് സന്തോഷിച്ചു ഇരിക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യം വ്യക്തമായി, അബ്രഹാമിനെ കണ്ടേക്കുന്നത് ലോർഡ് എന്ന് എഴുതിയിരിക്കുന്ന, പഴയ നിയമത്തിനകത്ത് എഴുതിയിരിക്കുന്ന ലോർഡ്. അതുകൊണ്ടാണ് പുതിയ നിയമം നമ്മൾ പഠിക്കുന്നത് ജീസസ് ഈസ് ബോത്ത് ലോർഡ് ആൻഡ് ക്രൈസ്റ്റ് എന്നുള്ള കാര്യം പറയുമ്പം അവിടെ വ്യക്തമാകുന്നുണ്ട് ജീസസ് തന്നെയാണ് അബ്രഹാമിനെ കണ്ടേക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 20:28 തോമസും ഈ കാര്യം തന്നെ പറയുന്നുണ്ട്. തോമസും വ്യക്തമാക്കുന്നുണ്ട്, തോമസ് ആൻസേർഡ് ആൻഡ് സെഡ് അൺടു ഹിം മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. അപ്പൊ യേശുവിനെ കണ്ടുകൊണ്ട് മൈ ലോർഡും മൈ ഗോഡും അത് യേശു തന്നെ ആണെന്നുള്ള കാര്യം തോമസും വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മളുടെ ചോദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ, പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, ആരും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല. അപ്പം ദൈവത്തിന്റെ പൂർണ്ണത ദൈവം നമ്മളുടെ മുമ്പേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പ് നിൽക്കാനുള്ള യോഗ്യതയില്ല. നമ്മൾ ആരും ആ പരിശുദ്ധന്റെ മുമ്പ് നിൽക്കാനൊക്കത്തില്ല. അപ്പം പറയുന്നതാണെങ്കിൽ നമുക്ക് കാണപ്പെടുന്ന ഒരു രൂപമാണ് ദൈവം. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ, വചനമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ദൈവം മാലാഖമാരോട് അല്ലെങ്കിൽ സൃഷ്ടി ചെയ്ത സമയത്ത് ദൈവം ഒരു രൂപം എടുക്കുക. ആ രൂപം, കാണപ്പെടുന്ന ഒരു രൂപമാണ് വചനം എന്നും വിളിക്കും, അതിനെ ക്രിസ്തു എന്നും വിളിക്കും, അതിനെ പുത്രൻ എന്നും വിളിക്കും. ആ പുത്രനായ ഒരു രൂപം എന്ന് പറഞ്ഞാൽ, സൺ ഈസ് ദ വിസിബിൾ ഫോം ഓഫ് ഇൻവിസിബിൾ ഗോഡ്. ദൈവം ആത്മാവാണ്. ആ ആത്മാവായ ദൈവം ആ കാണപ്പെടുന്ന ഒരു രൂപത്തിൽ വന്ന് അബ്രഹാമിനെ കണ്ടു. അബ്രഹാം ആ രൂപത്തിനെ കണ്ട് സന്തോഷിക്കുകയും ചെയ്ത്, ആ ആത്മാവ് തന്നാണ് പുതിയ നിയമത്തിനകത്ത് വചനം ജഡമായി തീർന്നതും, ആ വചനം ജഡമായി തീർന്ന് അതുകൊണ്ടാണ് യേശു പറഞ്ഞ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ, ആത്മാവായ ദൈവം ആ ശരീരത്തിൽ വസിച്ചുകൊണ്ട് ആ ദൈവമാണ് നമുക്ക് പ്രത്യക്ഷനായത്. അതുകൊണ്ടാണ് തോമസ് ആ യേശുവിനെ കണ്ടിട്ട് പറഞ്ഞത് മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. അങ്ങനാണ് ദൈവത്തിനെ ഒരു നാളും ഒരു കാണുന്നില്ലെന്ന് പറയുമ്പോഴും ദൈവം ആത്മാവാണ്. ദൈവത്തിന്റെ പൂർണ്ണമായി നമുക്ക് കാണണമെങ്കിൽ നമ്മളും ആത്മാവിൽ ആയിത്തീരണം. നമ്മളും പരിശുദ്ധാത്മാവിൽ ലഭിച്ചവരായി തീരണം. പരിശുദ്ധാത്മാവിൽ ലഭിച്ചവന് മാത്രമേ, അല്ലെങ്കിൽ ആത്മാവിലുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ പൂർണ്ണത കാണാനൊക്കത്തുള്ളൂ. അത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം റെവലേഷനകത്ത് നമുക്ക് കാണാൻ ഒക്കുന്നുണ്ട്. യോഹന്നാൻ തന്നെ യേശുവിനെ കാണുന്നതിന്റെ മുമ്പേ അവൻ മരിച്ചവനെ പോലെ വീണ്, പിന്നെ അത് കഴിഞ്ഞ് ക്രിസ്തുവിന്റെ കൈ വെച്ച് അവനെ ആത്മാവായി ഉയർത്തിയപ്പോഴാണ് ക്രിസ്തുവിനെ അവന് കാണാൻ ഒത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് വെച്ച് മനസ്സിലാക്കാണെന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവാണ് സത്യദൈവം. ആ ദൈവത്തിനെ കാണാൻ ആ പുത്രനായി ഈ ഭൂമി വന്നപ്പോഴാണ് നാമം നമുക്ക് മനസ്സിലായത്, ആ രൂപം നമുക്ക് മനസ്സിലായത്. ആ ദൈവത്തിന്റെ സർവ്വസമ്പൂർണത ആ രൂപത്തിലാണ് വസിക്കുന്നത്. അവൻ തന്നെ സത്യദൈവം. ഞാൻ ആൻസർ ചെയ്തെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പറയുക. താങ്ക് യു ബ്രദർ, താങ്ക് യു വെരി മച്ച്. പഴയ നിയമത്തിൽ മോശയ്ക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ട മനുഷ്യരൂപത്തിലും ദൂതന്റെ രൂപത്തിലും പ്രത്യക്ഷമായ അതേ ദൈവം തന്നെയാണ്
മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, ഒരു നാളും കാണാൻ കഴിയാത്ത തേജോമയനായ ദൈവത്തിന്റെ പ്രത്യക്ഷത എന്നുള്ളത് സംശയം കൂടാതെ ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ കർത്താവിന്റെ ദാസന് കഴിഞ്ഞു. താങ്ക് യു. അതിന്റെ അടുത്ത ചോദ്യം പാസ്റ്റർ എബ്രഹാം കുട്ടി ോടാണ്. അബ്രഹാമിന് മാമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷരായ ആ മൂന്ന് പുരുഷന്മാർ ആരൊക്കെയാണ് എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പാനലിലായിരിക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കും, ഇപ്പോൾ ഈ ലൈവ് ശ്രവിക്കുന്ന എല്ലാ സൗരസാർമാർക്കും, ഇതിനുശേഷം പിന്നെയും ഇത് വാച്ച് ചെയ്യുന്ന എല്ലാ സൗരസാർമാർക്കും യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാകുന്നു: മമ്രയുടെ തോപ്പിൽ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട 3 പേരാകുന്നു. ഇത് നമ്മൾ ഒന്നും ഊഹിക്കുകയും വേണ്ട, ഇതിന് PhD വേണ്ട, കെമിസ്ട്രിയും ഫിസിക്സും ഒന്നും വേണ്ട. ബൈബിൾ നോക്കുക. ബൈബിൾ ഉൽപ്പത്തി 18-ാം അധ്യായത്തിന് കുറച്ച് വാക്യങ്ങൾ വായിക്കാൻ പോവാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ പാലുള്ളവർ ചിരിക്കാൻ തുടങ്ങി. അതായത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് വേണ്ട PhD, BTH, MTH ആര് പറഞ്ഞോ അവര് പറയുകയാണെങ്കിൽ കേൾക്കാം. അപ്പൊ അതല്ല നമുക്ക് വേണ്ട. നമ്മുടെ ആധാരം ബൈബിളാ. ഓക്കെ, വായിക്കുന്നു ചില വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യം. And the Lord appeared unto him in the plains of Mamre, and he sat in the tent door in the heat of the day. ഒരു ഭയങ്കര ഉഷ്ണ സമയത്തുള്ള ഒരു സമയത്ത് അബ്രഹാമിന്റെ ടെന്റിന്റെ വാതിക്കൽ ഇരിക്കുകയായിരുന്നു. 2-ാം വാക്യം. And he lifted up his eyes and looked, and lo, 3 men stood by him, and when he saw them, he ran to meet them from the tent door and bowed himself towards the ground. അപ്പോൾ അവിടെ ഇങ്ങനെ ടെന്റിന്റെ ഫ്രണ്ട് ഇരിക്കുമ്പോൾ, നമ്മളിപ്പോ വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മുടെ വഴി അടുത്താണെങ്കിൽ അതിലെ പോകുന്ന ആൾക്കാരെ നോക്കാൻ സാധിക്കും. അങ്ങനെ എബ്രഹാമും ഈ ടെന്റിന് മുമ്പിൽ നോക്കിയപ്പോൾ 3 പുരുഷന്മാരെയാണ് കാണുന്നത്. 3 പുരുഷന്മാരെ തലയുയർത്തി നോക്കിയപ്പോൾ, അപ്പം തല വരെ കുനിഞ്ഞിട്ട് 3-ാം വാക്യം വളരെ സ്പെസിഫിക് ആയിട്ട് പറയാണ്, ആൻഡ് സെഡ് മൈ ലോർഡ്. മൈ ലോർഡ് മീൻസ് അവിടെ ഇംഗ്ലീഷിൽ ഇരിക്കുന്നത് LORD എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ആ ലോർഡിന്റെ അർത്ഥം യാവേ അല്ലെങ്കിൽ യഹോവ എന്നാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അബ്രഹാമിന് ദൈവത്തെ തിരിച്ചറിയാനുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായി. ബാക്കി കാര്യങ്ങളെല്ലാം പക്ഷെ ജോയ് ജോസഫും സൈമൺ പറഞ്ഞത് 95% ആണ്. എനിക്ക് 5% ഇനി പറയാനുള്ളൂ. അപ്പോൾ അവിടെ വന്ന 3 പേരിൽ 2 പേര് ഏഞ്ചൽസ്, ദൂതന്മാരായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതിന്റെ 22-ാം വാക്യം വായിക്കുന്നു, ശ്രദ്ധിച്ചാലും. 18-22. And the men turned their faces from thence and went towards Sodom, and Abraham stood yet before the Lord. അപ്പോൾ ഈ 3 പേരെ കണ്ടതിന് ശേഷം, അവരെ സൽക്കരിച്ചതിന് ശേഷം 2 ദൂതന്മാര് സോതോമിലേക്ക് പോയി യഹോവയുടെ അടുത്ത് അബ്രഹാം നിന്നു. പ്രൈസ് ലോർഡ്. ഇതേപ്പറ്റി ഏറ്റവും വലിയ കേരളത്തിലെ വലിയൊരു പ്രമുഖനായ ഒരു പ്രീച്ചർ ഉണ്ട്, കാനം അച്ഛൻ എന്ന് പറയും. അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേര് PI ഏബ്രഹാം ആണ്. അദ്ദേഹം ബോംബെയിൽ വന്നപ്പോൾ പ്രസ്താവിച്ചാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവിടെ വന്ന് പ്രസംഗിച്ച ആളാ PI ഏബ്രഹാം കാനം അച്ഛൻ. എത്ര മണ്ടത്തരം പോഷത്തരമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു എക്സ് പ്രീസ്റ്റ് ആണ് എന്നൊക്കെ തന്നെ പൊങ്ങച്ചം പറയാ, എക്സ് പ്രീസ്റ്റ് ആണെന്ന്. എന്നിട്ട് പറയാ, പാമ്പാടി തിരുമേനിയുടെ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെയാണ് പറയുന്നത്. അദ്ദേഹമാണ് പറഞ്ഞത്, അബ്രഹാമിന് മുമ്പിൽ മമ്രയിൽ പ്രത്യക്ഷപ്പെട്ടത് പിതാവും പുത്രനും എത്ര വിഡ്ഢിത്തരം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വിഡ്ഢിത്തരം ഓർത്ത് ചിലപ്പം അദ്ദേഹം ദുഃഖിക്കുന്നുണ്ടായിരിക്കും, കളിപ്പ് പറ്റിപ്പോയല്ലോ. അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, 2 ദൂതന്മാര് സോദോമിലേക്ക് പോയി, അബ്രഹാമോ ദൈവസന്നിധിയിൽ നിന്നു. ഓക്കെ, ഇനി അതിന്റെ 33-ാം വാക്യം. And the Lord went his way as soon as he had left communing with Abraham, and Abraham returned to his place. അപ്പോൾ 2 ദൂതന്മാർ സോദോമിലേക്ക് പോയി. അതിനുശേഷം അബ്രഹാമിനോട് യഹോവ സംസാരിച്ചു. അതിനുശേഷം യഹോവ അവിടുന്ന് പോയി അബ്രഹാം ടെന്റിലേക്ക് മടങ്ങിപ്പോയി എന്ന് പറയുന്നു. ഇനിയും
ഇത് അടുത്ത പോകുന്നത് ജോൺ ആണ് പറയാൻ പോണത്. ജോൺ ചാപ്റ്റർ അതിലേക്ക് പറഞ്ഞേ പറ്റുള്ളൂ, അതില്ലെങ്കിൽ ശരിയാകത്തില്ല. ജോയ് പാഷും സൈമൺ ബ്രദർ പറഞ്ഞെങ്കിൽ തന്നെ 2-3 വാക്യങ്ങൾ വായിക്കാം. ജോൺ ചാപ്റ്റർ 8:56 കേട്ടാലും. യുവർ ഫാദർ Abraham rejoiced to see my day and he saw it and was glad. യേശു പറയാണ്, അബ്രഹാം എന്റെ ദിവസം കാണുമെന്ന് വിശ്വസിച്ചു, അവൻ എന്നെ കണ്ടു സന്തോഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിനെയാണ് ഈ തൃത്വക്കാർ പറയുന്നത്. യഹോവയായ ദൈവം പറയുന്നു, എന്റെ മുമ്പിലും പുറകിലും ഒരു ദൈവം ഇല്ല, എന്റെ സൈഡിൽ എന്ന് പറയുമ്പോൾ ഇവര് സമ്മതിക്കല. തൃത്വക്കാർക്ക് പിതാവിന്റെ ലെഫ്റ്റും റൈറ്റിലും ഓരോരുത്തരും അവർക്ക് വെച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് അവര് പുത്രനെ വെക്കും, പരിശുദ്ധാത്മാർ 2 ആൾക്കാർക്ക് അവർക്ക് വെക്കണം. എന്ത് ചെയ്യാൻ പറ്റും? യഹോവ പറയാണ്, ഞാൻ ഒരുത്തനേ ഉള്ളു, ഞാനാണ് ഭൂമിയെ വിരിക്കുകയും ആകാശത്തെ വിരിക്കുകയും ചെയ്ത്, എന്നെ പോലെ ഒരുത്തനില്ല, ഞാൻ ഒരുത്തനെ അറിയുന്നില്ല. ദൈവത്തിന് അറിയാൻ വയ്യാത്തൊരു ഒറ്റ കാര്യമുള്ളു, വേറെ ഒരു ദൈവത്തിന് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? യുവർ ഫാദർ Abraham rejoiced to see my day and he saw it and was glad. എന്റെ ദിവസം കാണുമെന്ന് വിശ്വസിച്ചു, അവൻ കണ്ടുമിരിക്കുന്നു. ആര് പറയാ? യേശു ക്രിസ്തു സ്വന്തമായിട്ട് ഇവിടെ പറയാ. അപ്പോൾ 57-ാമത്തെ വാക്യം, then said the Jews unto him, thou art not yet 50 years old and hast thou seen Abraham. നിനക്ക് 50 വയസ്സായിട്ടില്ല, പിന്നെ നീ എങ്ങനെയാണ് ഏബ്രഹാമിനെ കണ്ടത്? ക്വസ്റ്റ്യൻ ചോദിക്കാണ്. അതിന് 58 വളരെ ക്ലിയർ ആണ്. Jesus said unto them, verily verily I say unto you, before Abraham was, I am. This is important. സത്യമായിട്ട് ഞാൻ പറയുന്നു, ബിഫോർ എബ്രഹാം വാസ് ഐ ആം. ഐ ആം എന്ന് പറയാൻ ആരാ? യാവേ. ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നു എന്ന് പറഞ്ഞിട്ട് മോശയെ ഫറവോന്റെ മുമ്പിലേക്ക് അയച്ച ആ ഐ ആം ഞാനാകുന്നു എന്ന് യേശു ക്രിസ്തു ഇവിടെ ക്ലിയർ ആയിട്ട് പറയാ. അപ്പൊ ഇവരെന്ത് ചെയ്തു? അവനെ അറിയാൻ കല്ലെടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും അബ്രഹാമിന് മമ്രയുടെ തോപ്പിൽ പ്രത്യക്ഷനായ 3 പേരിൽ 2 പേര് ഏഞ്ചൽസ്, ദൂതന്മാരായിരുന്നു. ഒരുവൻ യഹോവയായ ദൈവമായിരുന്നു. ആ ദൈവം ഞാനായിരുന്നു, യഹോവയായിരുന്നു എന്ന് യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ പറഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. വളരെ വ്യക്തമായിരുന്നു പാസ്റ്റർ. ഉത്തരം ഇങ്ങനെയായിരുന്നു. ബൈബിൾ വളരെ പ്ലെയിൻ ആയിട്ട് വായിച്ചാൽ പാസ്റ്റർ പറഞ്ഞതുപോലെ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ഫിസിക്സോ മറ്റ് പുസ്തകങ്ങളോ ഗ്രന്ഥങ്ങളോ ഒന്നും ആവശ്യമില്ല. ബൈബിൾ തന്നെയാണ് ബൈബിൾ ഇന്റർപ്രറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളൂ. കാരണം 66 പുസ്തകങ്ങളിൽ തമ്മിൽ സാക്ഷികളാൽ ഉറപ്പിക്കപ്പെട്ട പുസ്തകമാണ്. ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് പുതിയ മാനങ്ങൾ കൽപ്പിച്ചുണ്ടാക്കുക തന്നെ ചെയ്യുന്നത് എപ്പോഴും ദൈവവചന വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അബ്രഹാമിനും മമ്രയുടെ തോപ്പിൽ പ്രത്യക്ഷമായത് യഹോവയും 2 ദൂതന്മാരുമാണെന്ന് 18ഉം 19ഉം അധ്യായങ്ങൾ വളരെ പ്ലെയിൻ ആയിട്ട് വായിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമായിട്ട് മനസ്സിലാകും എന്ന് ഞങ്ങൾ ഇപ്പോൾ അടിവരയിട്ട് പറയുകയാണ്. ഒപ്പം ഞങ്ങളെ ഈ ചാനലിൽ ഈ ഡിബേറ്റിൽ അല്ലെങ്കിൽ ഈ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നവർ ഇത് കേട്ട് പോകാതെ ഈ കാര്യങ്ങൾ ഞങ്ങൾ ഓരോ ആഴ്ചയിലും എടുക്കുന്ന വിഷയങ്ങളെ ആസ്പദമാക്കി നിങ്ങൾ മനസ്സിലാക്കി ഗ്രഹിച്ച് പോവുകയാണെങ്കിൽ ഒരുപാട് സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. അത് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉപകരിക്കുമെന്നുള്ള കാര്യം കൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ അടുത്ത ചോദ്യം ബ്രദർ വിൽസൺ ബെഞ്ചമിനോടാണ്. എൻ്റെ ചോദ്യം എങ്ങനെയാണ് ബ്രദർ വിൽസൺ? അബ്രഹാമിന്റെ അടുക്കൽ മമ്രയിൽ വെച്ച് യഹോവ പ്രത്യക്ഷമായി എന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്തായിരിക്കും യഹോവയുടെ പ്രത്യക്ഷതയുടെ ഉദ്ദേശം, അല്ലെങ്കിൽ യഹോവയുടെ ആഗമനത്തിന്റെ ഉദ്ദേശം? വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ദ ലോർഡ് കമ്മിങ് ടു അബ്രഹാം? ആ വിസിറ്റേഷന്റെ ഉദ്ദേശം എന്തായിരുന്നു? ആ പർപ്പസ് ഒന്ന് വ്യാഖ്യാനിക്കാമെങ്കിൽ കുറെ കൂടി ഈ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരും. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നലെ ഒരു ചോദ്യമാണ്, എന്താണ് കർത്താവ് അബ്രഹാമിനെ കാണുവാൻ വേണ്ടി
യഹോവയായ ദൈവം എന്ന് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ചെറിയൊരു ആമുഖം പറയാൻ ആഗ്രഹിക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 5 പുസ്തകങ്ങൾ ഉൽപ്പത്തി മുതൽ നമ്മുടെ 5-ാമത്തെ പുസ്തകം, അതായത് ആവർത്തനം വരെയുള്ള പുസ്തകം ദൈവം കൊടുത്തത് മോശയ്ക്കാണ്. അന്ന് മോശയ്ക്ക് ഈ പുസ്തകം കൊടുക്കുമ്പം മോശയ്ക്ക് ഓൾറെഡി യഹോവ എന്ന നാമം വെളിപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ അബ്രഹാമിന് ശേഷം ദൈവം ഇസ്രായേലിനോട് ചെയ്ത ഉടമ്പടിയുടെ നാമമാണ് യഹോവ എന്ന നാമം. അപ്പോൾ ആ നാമത്തിലാണ് അവിടെ നമ്മൾ നോക്കുന്നത്. 18-ാമത്തെ അധ്യായത്തിൽ എല്ലാ സഹോദരങ്ങളും സംസാരിച്ചു യഹോവ പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ. അപ്പം നമ്മുടെ തൃത്വ സഹോദരങ്ങളാണെങ്കിൽ എല്ലായിടത്തും 3 നോക്കി നടക്കുന്നുണ്ട്. അവർക്ക് അവിടെ 3 വ്യക്തികൾ കിട്ടിയപ്പോഴത്തേക്ക് അവര് വളരെ ഹാപ്പിയായി കൈയടിച്ചു പറഞ്ഞു ഇവിടെ 3 പേര് ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവര് അതിന് മുമ്പേ 17-ാമത്തെ അധ്യായം വായിച്ചില്ല. 17-ാമത്തെ അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നത് കർത്താവായ ദൈവം, അതായത് യഹോവയുടെ നാമത്തിൽ അല്ല അവിടെ പ്രത്യക്ഷമാകുന്നത്. അതും ഒരു വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ എക്സോഡസിനകത്ത് 6:3 പറയുന്നുണ്ട്, മോശയോട് തന്നെ പറയുന്നുണ്ട്, ഞാൻ സർവശക്തനായ ദൈവമായിട്ടാണ് അബ്രഹാമിന് പ്രത്യക്ഷനായെന്ന് പറയുന്നത്. അപ്പം ആ പദവിയിൽ മാത്രമാണ്. എന്നാൽ യഹോവ എന്ന നാമം ഞാൻ അവന് വെളിപ്പെടുത്തിയതുമില്ല. അപ്പോൾ യഹോവ എന്ന് ഇവിടെ പറയുന്നു എങ്കിലും അബ്രഹാമിന് ആ നാമം അതുവരെ അറിയത്തില്ല. അപ്പൊ അബ്രഹാമിനോട് ചെയ്യുന്ന ഉടമ്പടി, ആ ഉടമ്പടിക്ക് വേണ്ടിയാണ് യഹോവ പ്രത്യക്ഷനാകുന്നത്. ആദ്യത്തെ ആ ഒരു പ്രത്യക്ഷത അവിടെ നമ്മൾ കാണിക്കുന്നത് 17-ാമത്തെ അധ്യായത്തിൽ കാണിക്കുമ്പം ഫോർച്ചുനേറ്റ്ലി നമുക്കറിയാം അവിടെ യഹോവ തന്നെയാ പ്രത്യക്ഷനായിരിക്കുന്നത്. അപ്പൊ അവിടെ തൃത്വക്കാർക്ക് 3 കിട്ടിയില്ല. അവരതുകൊണ്ടാണ് 18-ലോട്ട് അങ്ങ് ഓടിപ്പോകുന്നത് ബേസിക്കലി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ പ്രത്യക്ഷത ഏത് രൂപത്തിലും ആകാം. അതാണ് നമ്മൾ 1 കൊരിന്ത്യർ 12 വായിക്കുന്നത്. പലതരത്തിലെ ശരീരങ്ങളുണ്ട്, സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമ ശരീരങ്ങളുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ ദൈവത്തിന് ഈ പ്രകൃതിയിലുള്ള ഏതും ദൈവത്തിന്റെ പ്രത്യക്ഷതയായിട്ട് സ്വീകരിക്കാം. അതൊരു സ്വർഗീയ ശരീരമാകാം, അതൊരു ഭൗമ ശരീരമാകാം, അല്ലെങ്കിൽ ഒരു പാറയാകാം, അല്ലെങ്കിൽ ഒരു മുൾപടർപ്പാകാം. എന്തു വേണമെങ്കിലും ദൈവത്തിന് ഉപയോഗിച്ച് ദൈവത്തിന് പ്രത്യക്ഷത വരുത്താം, ദൈവത്തിന് തന്റെ പ്രവാചകനോട് സംസാരിക്കാം. പക്ഷെ അതിനകത്ത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കേണ്ടത് ആമോസിന്റെ പുസ്തകം അതിന്റെ അധ്യായം 3 പറയുന്നു, യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുന്നില്ല. അപ്പോൾ ദൈവം തന്റെ പ്രവാചകന്മാർക്ക് ഒന്നെങ്കിൽ തന്റെ വചനത്തിൽ കൂടെയോ അല്ലെങ്കിൽ തന്റെ പ്രത്യക്ഷതയിൽ കൂടെയോ ഒരു കാര്യം വെളിപ്പെടുത്താതെ ഒരിക്കലും ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് അബ്രഹാമിന് ആദ്യം പ്രത്യക്ഷനായത് 17-ാമത്തെ അധ്യായത്തിൽ തന്നെ പ്രത്യക്ഷനാകുകയും 18-ാമത്തെ അധ്യായത്തിൽ അവിടെ ദൂതന്മാരുടെ കൂടെ പ്രത്യക്ഷത വരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ആദ്യം 17-ാമത്തെ അധ്യായത്തിൽ 1 വർഷം കഴിഞ്ഞ് എന്ത് നടക്കാൻ പോകുന്നുവെന്നും ആ അബ്രഹാമിനോട് ചെയ്യുവാൻ പോകുന്ന ഉടമ്പടി ഏത് രീതിയിലേ ആകുന്നു എന്നുള്ള വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. അവിടെ പറയുന്നു, ഞാൻ നിന്നെ പിതാവാക്കും, സകല ദേശങ്ങൾക്കും ഞാൻ നിന്നെ പിതാവാക്കും, നിന്റെ നാമത്തിൽ നീ ഒരു ഫാദർ ഓഫ് നേഷൻസ് എന്ന് അറിയപ്പെടും. എല്ലാ തലമുറകളും ദൈവത്തെ അറിയുന്നതും, അതായത് ക്രിസ്തു എന്ന വിത്ത്, ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, അബ്രഹാമിന് വന്ന സന്തതികളിലെല്ലാം ക്രിസ്തുവിന്റെ വിത്താണ്, ദ സീഡ് ഓഫ് ക്രൈസ്റ്റ്. അതാണ് അബ്രഹാമിന് വന്ന സകല സന്തതികൾക്കും ഉള്ളത്. അതുകൊണ്ട് പുതിയ നിയമത്തിലും ജനനം ആത്മാവിൽ കൂടെ ആയിരിക്കണം, ക്രിസ്തുവിന്റെ ആത്മാവിൽ കൂടെ ആയിരിക്കുന്നവരാണ് അബ്രഹാമിന്റെ സന്തതിയായി ചേർക്കപ്പെടുന്ന ആ ജാതികളിലുള്ള മക്കൾ. അങ്ങനെയാണ് അബ്രഹാം ഫാദർ ഓഫ് നേഷൻസ് ആയിത്തീരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഉടമ്പടിയെ സ്ഥിരീകരിക്കുവാൻ വേണ്ടിയാണ് ദൈവം 17-ാമത്തെ അധ്യായത്തിൽ തനിച്ചും 18-ാമത്തെ അധ്യായത്തിൽ ദൂതന്മാരുടെ കൂടെയും
പ്രത്യക്ഷപ്പെടുന്നതും. അത് കഴിഞ്ഞിട്ട് അവിടെയും നമ്മൾ 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 18-ലും 19-ലും വായിക്കുന്നുണ്ട്, ദൈവം അവിടെ ആലോചന ചെയ്യുന്നു, സോദോം ഗൊമോറയെ പണിഷ് ചെയ്യാൻ വേണ്ടി അവരോട് ആലോചന ചെയ്യുന്നു അബ്രഹാമിനോട് എന്നൊക്കെ വളരെ കേൾക്കുന്നു. അപ്പൊ ഇതെല്ലാം ദൈവം തന്റെ പ്രവാചകന്മാരോട് സംസാരിക്കാതെയും വെളിപ്പെടുത്താതെയും ദൈവം ഒന്നും ചെയ്യുന്നില്ല. ദൈവം ഏകൻ തന്നെയാണ്. പലതരത്തിലെ ശരീരങ്ങളുണ്ട്, ഭൗമ ശരീരങ്ങളാകാം, അത് സ്വർഗീയ ശരീരങ്ങളാകാം. ആ ഒരു പ്രത്യക്ഷത നമ്മൾ അവിടെ കാണുന്നത് ഒരു സ്വർഗീയ ശരീരത്തിലാകണമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തെന്ന് വെച്ചാൽ സർവശക്തനായ ദൈവത്തിന്റെ പദവിയിൽ, അങ്ങനെ ആ പദവിയിൽ തന്നെയാണ്, സർവശക്തനായ ദൈവത്തിന്റെ പദവിയിലാണ് യോഹന്നാന് റെവലേഷൻസ് 1-ൽ പ്രത്യക്ഷപ്പെടുന്നത്, യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, അത് ക്രിസ്തു എന്ന ആ ഒരു വെളിപ്പാടാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പേ പറഞ്ഞത് അവന്റെ പ്രത്യക്ഷതയാണ് ക്രിസ്തു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൃശ്യരൂപമാണ് ക്രിസ്തു എന്ന് പറയുന്നത്. അവിടെ ക്രിസ്തു തന്നെ വെളിപ്പെട്ടതായി ആദ്യം തനിച്ചും പിന്നെ ദൂതന്മാരുടെ കൂടെയും എന്ന് വ്യക്തമായിരിക്കുന്നു. താങ്ക് യു. താങ്ക് യു ബ്രദർ. വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ പ്രത്യക്ഷതയുടെ ഉദ്ദേശം അബ്രഹാമിന് എന്തുകൊണ്ടാണ് മമ്രയുടെ തോപ്പിൽ വെച്ച് ദൈവം പ്രത്യക്ഷമായത് എന്നുള്ളത് വളരെ വ്യക്തമാക്കി തന്നു. നമുക്ക് അറിയാൻ കഴിഞ്ഞു, ദൈവം തൻ്റെ വാഗ്ദത്വത്തെ സംബന്ധിച്ച് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ വാഗ്ദത്വത്തെ ഉറപ്പിക്കാൻ വേണ്ടി വരികയും അടുത്ത വർഷം അടുത്ത ആണ്ടിൽ ഞാൻ വരുമ്പോൾ സാറയ്ക്കൊരു മകൻ ഉണ്ടാകും എന്നുള്ള വാഗ്ദത്തം ഉറപ്പിക്കുന്നു. അങ്ങനെ ദൈവം താൻ വർഷങ്ങളായി നടത്തിപ്പോന്ന ഉൽപ്പത്തി 12 മുതൽ നടത്തുന്ന വാഗ്ദത്തത്തെ ഒടുവിൽ 18-ാമത്തെ അധ്യായത്തിൽ ഉറപ്പിക്കുന്നു. ഒപ്പം രണ്ടാമത്തെ കാര്യം, 2 ദൂതന്മാർ വന്നതിന്റെ ഉദ്ദേശം സോദോമിന്റെ പാപം കുന്നിച്ചിരിക്കുന്നത് കൊണ്ട് സോദോമിനെ നശിപ്പിക്കുവാൻ പോകുന്നു എന്നുള്ള വിവരം കൂടി തന്റെ ദാസനായ പ്രവാചകനെ അറിയിക്കാൻ വേണ്ടി പോകുന്നു. അവിടെ നമ്മൾ തുറന്നുള്ള അധ്യായത്തിൽ കാണുന്നുണ്ട്, അബ്രഹാം അവിടെ ഇന്റർസെഷൻ ചെയ്യുകയാണ്. സോദോമിന് വേണ്ടി അവിടെ ഇത്ര നീതിമാന്മാരുണ്ടെങ്കിൽ നീ അവരെ സംഹരിക്കുമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോ ആമോസിന്റെ 3:7 പറയുന്നത് പോലെ ദൈവം ഈ ഭൂമിയിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവം തന്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അറിയിച്ചിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ നാളുകളിൽ നമുക്കറിയാം, ഈ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലും കർത്താവ് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, തന്റെ ശിഷ്യന്മാരോട് പറയുന്നത് ഇങ്ങനെയാണ്, യജമാനൻ ചെയ്യുന്ന ദാസൻ അറിയായ കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോ ദൈവം സ്വർഗത്തിൽ രഹസ്യമാക്കി മർമ്മമാക്കി വെച്ചിരുന്നതൊക്കെയും നമ്മെ സ്നേഹിതന്മാരെന്നെണ്ണി നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കാരണം ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ തലമുറയിൽ ആത്മീയന്മാരെന്ന് പറയുന്നവർക്ക് ഒന്നും തന്നെ അറിയുന്നില്ല എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വീഡിയോകളിലൂടെ മനസ്സിലാക്കുന്നു. അവരുടെ അജ്ഞത എത്രമാത്രം വലുതാണ്. അവർക്ക് ദൈവത്തെ പൊട്ടൻ ആനയെ കാണുന്ന പോലെയാണ് ദൈവത്തെ അവർ കാണുന്നത്. എന്നാൽ ദൈവം തൻ്റെ ആത്മാവിനാൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തുകയും നമ്മെ തൻ്റെ സ്നേഹിതന്മാരായി എണ്ണുകയും ചെയ്തതുകൊണ്ട് വളരെ മർമ്മങ്ങളായി പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ദൈവം നമുക്ക് തുറന്നു തന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ നാളുകളിൽ ഈ ഇത്തരം ഡിസ്കഷനുകൾ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ വിധത്തിൽ ദൈവത്തിന്റെ പരിജ്ഞാനമുള്ളവരായി മാറട്ടെ എന്നുകൂടി ഞങ്ങൾ ആശംസിക്കുന്നു. എൻ്റെ അടുത്ത ചോദ്യം ബ്രദർ ഗീവറീസിനോടാണ്. എൻ്റെ ചോദ്യം എങ്ങനെയാണ്, ബ്രദർ ഗീവറീസ്, മമ്രയുടെ തോപ്പിൽ അബ്രഹാമിന് പ്രത്യക്ഷമായത് 3 ദൈവദൂതന്മാരോ അതോ ഏക ദൈവമോ എന്നുള്ളതാണ് ചോദ്യം. മ്യൂട്ടാണ്, മ്യൂട്ട്. ദൈവത്തിന്റെ സ്തോത്രം. JC ഒരു സാഹചര്യത്തിലായി ഈ പാനലിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവദാസന്മാരോടും എൻ്റെ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. അപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം ഇതായി, നമ്മുടെ അടുത്ത് വന്ന 3 ദൈവങ്ങളാണ്, ഏക ദൈവമാണ് വന്നത് എന്നുള്ളത്, അത് ദൈവദൂതന്മാരാണ് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. കാരണം എനിക്ക് മുമ്പേ സംസാരിച്ച ദൈവദാസന്മാർ ഇതിനെല്ലാം ഏകദേശം തന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ കുറച്ച് ഭാഗങ്ങൾ കൂടി സംസാരിക്കുകയാണ്. നമ്മൾ അവിടെ പ്രധാനമായിട്ടും കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കും. അവിടെ കാണുന്നു,
അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു എന്ന് അവിടെ കാണുന്നു. അവിടെ 3 പുരുഷന്മാരെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം അവിടെ നമുക്ക് ആദ്യം തന്നെ കാണുന്നു യഹോവ പ്രത്യക്ഷനായി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് പറയുന്നു 3 പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. പല തൃത്വ സ്നേഹിതന്മാർ പറയുന്നത് അവിടെ 3 വ്യക്തികളുണ്ട്, പിതാവുണ്ട്, പുത്രനും പരിശുദ്ധാത്മാവോടെയാണ് വന്നിരിക്കുന്നു എന്നുള്ള കാര്യം പല തൃത്വ സ്നേഹികളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ അതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, പഴയ നിയമത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം അതിന്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പുറപ്പാട് പുസ്തകം അതിന്റെ 4-ാം അധ്യായത്തിലേക്ക് അതിന്റെ 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ വരുമ്പോൾ, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്ന് അവൻ അരുളിച്ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി എന്ന് 3:6 പറയുന്നു. അപ്പം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരുടെ ദൈവം. അപ്പൊ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട ദൈവം ആരായിരുന്നു? യഹോവയായ ദൈവമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. കാരണം ഈ പഞ്ചഗ്രന്ഥ പുസ്തകങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് ആരാണ്? മോശ തന്നെയാണ്. നമ്മള് ഉൽപ്പത്തി മുതലുള്ള ആവർത്തന പുസ്തകം എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അതെല്ലാം എഴുതിയിരിക്കുന്ന ആരാണ്? മോശയാണ്. മോശയെ സംബന്ധിച്ചിടത്തോളം മോശ ഒരു ഏക ദൈവ വിശ്വാസിയാണെന്ന് നമുക്ക് ആവർത്തന പുസ്തകം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്. 6-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇസ്രായേലെ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന് അവിടെ മോശ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അബ്രഹാം വിളിച്ചിരുന്നതും ഏകസത്യ ദൈവത്തെ ആയിരുന്നു എന്നുള്ള കാര്യമാണ്. മോശ വിളിച്ചിരുന്നതും ഏകസത്യ ദൈവത്തെ ആയിരുന്നു. അതേ കാര്യം തന്നെയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന മമ്രയുടെ തോപ്പില് വരുന്ന കാഴ്ചയും അത് തന്നെയാണ്. മമ്രയുടെ തോപ്പില് 2 പേരും 3 പേരൊന്നും വന്നതായ 3 പേർ വന്നത് ആരൊക്കെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും അവിടെ എന്താണ് 3 പേരെ കാണുന്നുണ്ട്. അപ്പൊ അവിടെ 3 പുരുഷന്മാരെന്നാണ് പറഞ്ഞേക്കുന്നത്. 3 പുരുഷന്മാരെന്ന് പറയുമ്പോൾ തന്നെ ഒരാൾ ദൈവമായിരിക്കണം, ബാക്കി 2 പേർ ആരായിരിക്കണം? ദൈവദൂതന്മാരായിരിക്കണം. കാരണം അതിന്റെ 19-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, ഉൽപ്പത്തിയുടെ പുസ്തകം 19:1 വായിക്കുമ്പോൾ ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. അപ്പം നമ്മൾ 18:33 വായിക്കുമ്പോൾ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്ത് തീർന്ന ശേഷം അവിടെ നിന്ന് പോയി എന്ന് കാണുന്നു. അപ്പോ 19-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ആ 2 ദൂതന്മാരെന്നവിടെ പറയുന്നുണ്ട്. അപ്പോ ആ 2 ദൂതന്മാരും ഒരാൾ ആരായിരുന്നു? ദൈവം മനുഷ്യനായിട്ടാണ് അബ്രഹാമിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ പ്രത്യക്ഷത എന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. അപ്പൊ ദൈവം മനുഷ്യനായിട്ട് പ്രത്യക്ഷപ്പെടുകയായിരുന്നു. പുതിയ നിയമത്തിലും അതേ കാര്യം തന്നെയാണ്. യേശുക്രിസ്തു അതേ കാര്യം തന്നെയാണ് എന്താണ് ദൈവം ജഡത്തിൽ വെളിപ്പെടുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ പഴയ നിയമത്തിലും ദൈവം മനുഷ്യനായി തീരുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? ദൈവം ഏക സത്യ ദൈവമാണ്. ആ ദൈവം എങ്ങനെയാണ് മനുഷ്യനായി പ്രത്യക്ഷപ്പെടുവാൻ അവന് കഴിയും എന്നുള്ള കാര്യം ഏകനായി നിന്ന് സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏകനായി നിന്ന് മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം എന്നാണ് പറയുന്നത്. അപ്പൊ ദൈവത്തിന് മറ്റൊരു ആവശ്യമില്ല. ദൈവത്തിനെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യമാണ്. ഏകനായി നിന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ കഴിയുന്നവന് മനുഷ്യനാകുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. കാരണം ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണെന്ന് പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയും എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയും ദൈവത്തിൽ മറ്റൊരാളില്ല. പലയിടത്തും നമ്മൾ പുതിയ നിയമവും പഴയ നിയമവും പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ദൈവത്തിൽ മറ്റൊരാളില്ല. ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ വേറൊരാളെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്നു ദൈവം ഏകനായ ദൈവം തന്നെയാണ് മമ്രയുടെ തോപ്പിൽ വന്നത്. അതായത് തൃത്വക്കാര് പറയുന്നത് പോലെ 3 പേർ വന്നു എന്നൊന്നും 3, അതായത് പിതാവ് പുത്ര പരിശുദ്ധാത്മാവെന്ന് 3 പേരാണ് അവിടെ വന്നെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയുകയില്ല. കാരണം ദൈവം ഏകനാണ്.
അതുകൊണ്ട് ദൈവം രണ്ട് ദൂതന്മാരുമാണെന്ന് നമുക്ക് ഇവിടെ ഉറപ്പായിരിക്കുന്നു. ഞാൻ എന്റെ ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു ബ്രദർ ഗീവർഗീസ്. വളരെ വ്യക്തമാണ് താങ്കളുടെ ഉത്തരം. മാമ്രയുടെ തോപ്പിൽ വെളിപ്പെട്ട 3 പുരുഷന്മാരിൽ ഒരാൾ യഹോവയും ബാക്കി 2 പേർ ദൈവത്തിന്റെ 2 ദൂതന്മാരുമാണെന്നും അവർ സോദോമിലേക്ക് പോയി എന്നും വളരെ വ്യക്തമായി തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കി തന്നതിന് നന്ദി. എൻ്റെ അവസാനത്തെ ചോദ്യം പാസ്റ്റർ എം ബേബിയോടാണ്. ചോദ്യം ഇങ്ങനെയാണ്: മമ്രയുടെ തോപ്പിൽ വെളിപ്പെട്ടത് ദൈവങ്ങളാണോ, യഥാർത്ഥ ദൈവം ആര് എന്നുള്ളതാണ്. നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും തന്നെ ഈ വിഷയത്തെ ഏതാണ്ട് ഒരു റിസംബ്ലിംഗ് ആയിട്ടുള്ള സമമായിട്ടുള്ള ആംഗിളുകളിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരവും മിക്കവാറും ഒക്കെയും എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ചോദ്യത്തിന് ബ്രദർ പാസ്റ്റർ ബേബിക്കുള്ള ഉത്തരം നൽകാവുന്നതാണ്. ചോദ്യം എങ്ങനെയാണ്: മാമ്രയുടെ തോപ്പിൽ വെളിപ്പെട്ടത് ദൈവങ്ങളാണോ, യഥാർത്ഥ ദൈവമാരാണ്? കേൾക്കാൻ പറ്റുന്നില്ല. മ്യൂട്ടാണ്, മ്യൂട്ട്. കേൾക്കുന്നില്ലേ? ഓക്കെ, കേൾക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ക്വസ്റ്റ്യനാണ് എന്നോട് ചോദിക്കുവാനിടയായി തീർന്നത്. ഇതേ ചോദ്യം തന്നെ മറ്റുള്ള ദേവദാസന്മാരോട് ചോദിക്കുകയും അവരൊക്കെ തക്കവണ്ണമുള്ളതായ ആൻസറുകൾ അറിയിക്കുവാനിടയായി തീർന്നു. ഇനി വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം അഥവാ ആൻസർ ഇന്ന് രാത്രിയിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, മമ്രയുടെ തോപ്പിൽ അബ്രഹാമിന് വെളിപ്പെട്ട 3 പേരിൽ ഒരാൾ ദൈവമാണെന്നും 2 പേർ ദൂതന്മാരാണെന്നും കർത്താവിന്റെ ദാസന്മാർ ഇവിടെ വെളിപ്പെടുത്തി. 19-ാമത്തെ അധ്യായത്തിൽ അത് ദൂതന്മാരെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുൻപാകെ നടന്നു നിഷ്കളങ്കനായിരിക്ക എന്ന് യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുവാനിടയായി തീർന്നു. അബ്രഹാമിനോട് പറഞ്ഞത്, ഞാൻ സർവശക്തിയുള്ള ദൈവമായ യഹോവയാണ്, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക എന്ന് അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ അബ്രഹാം കർത്താവിനോടൊരു ചോദ്യം ചോദിക്കുന്നതായിട്ട് നമുക്ക് അതിന് ശേഷമുള്ള ഭാഗം കാണുവാൻ കഴിയുന്നു. 2-ാമത്തെ വാക്യഭാഗത്തിൽ അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമ്മേശക്കുകാരനായ എലിയാസർ അത്രേ എന്ന് പറഞ്ഞു. അപ്പോ തൻ്റെ ആ മനോവിഷമം യഹോവയായ ദൈവത്തോട് താൻ സംസാരിക്കുവാനിടയായി തീർന്നു. അവിടെ ദൈവങ്ങളോട് സംസാരിച്ചില്ല, സർവശക്തിയുള്ള ദൈവമായ യഹോവയാണ് അബ്രഹാമിന് പ്രത്യക്ഷമായത്. ആ സർവശക്തിയുള്ള ദൈവമായ യഹോവയോടാണ് തൻ്റെ സങ്കടം പറയുന്നത്. എനിക്ക് മക്കളില്ലാത്തവനായി ഞാൻ നടക്കുകയാണ്, നീ എനിക്ക് മക്കളെ തന്നിട്ടില്ല, എൻ്റെ സർവസമ്പത്തിന്റെ അവകാശി ദമ്മേശക്കുകാരനായ എലിയാസർ ആകുന്നുവല്ലോ എന്ന് ആ സങ്കടം താൻ ഓർമ്മപ്പെടുത്തിയപ്പോൾ ആ 17-ാം അധ്യായത്തിന്റെ തന്നെ 5-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുവന്നു, നീ ആകാശത്തേക്ക് നോക്കുക,
നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി എങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. അപ്പോ തനിക്ക് സന്തതികളില്ല എന്നുള്ളതായ ആ മനോവിഷമം യഹോവയായ ദൈവത്തോട് താൻ സംസാരിച്ചപ്പോൾ അതിന് യഹോവയായ ദൈവം തനിക്ക് കൊടുത്ത മറുപടി, അതിന് ഒന്നിലധികം ആളുകൾ ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം എന്നൊന്നും പറഞ്ഞതല്ല. യഹോവയായ ദൈവം തന്നോട് കൊടുത്ത മറുപടി, നീ ആകാശത്തിലേക്ക് നോക്കുക, ആകാശത്തിൽ നീ കാണുന്ന ഈ അനന്തകോടി നക്ഷത്രങ്ങളെ നിനക്കൊന്ന് എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയുമോ? നിന്റെ സന്തതിയെ ഈ വിധത്തിൽ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് യഹോവയായ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം കൂടെ, വിവിധങ്ങളാകുന്ന അഭിപ്രായങ്ങൾ ദൈവത്തിൽ ഒന്നിലധികം ആളത്വമുണ്ടെന്നും അങ്ങനെയൊക്കെ ഉള്ളതായ പഠിപ്പിക്കലുകൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്നത് കൊണ്ടും അനേകരും ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും അകന്നു മാറി പലവിധത്തിലുള്ളതായ മിഥ്യാവിശ്വാസങ്ങളിലേക്ക് തിരിയുന്നത് കൊണ്ടും സത്യം ജനം അറിയണമെന്നുള്ളതായ ഏക താല്പര്യത്തോടു കൂടെയാണ് ഇത്തരത്തിലുള്ള തങ്ങൾ കർത്താവിന്റെ പ്രിയദാസന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ അറിയേണ്ടതും ആവശ്യമാണ്. കാരണം ശാന്തിയുമാണ് കർത്താവ് ചുവടുത്തിരിക്കുന്നത്. ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ദാനിയേലിന്റെ പുസ്തകം 3 അധ്യായത്തിന്റെ 29 വാക്യഭാഗം, ഈ വിധത്തിൽ വിടിവിപ്പാൻ കഴിയൊരു ദൈവവും ഏത് ജാതിക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷണം കഷണമായി ശകലിക്കുകയും അവന്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഒരു വിധി കൽപ്പിക്കുന്നു എന്ന് നെബൂഖദ്നേസർ രാജാവ് സംസാരിച്ചതാണ്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറയുന്നതായ എബ്രാന്മാരായിരുന്ന കർത്താവിന്റെ ദാസന്മാർ രാജകൊട്ടാരത്തിൽ സേവ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവരെ കൊടുക്കുന്നതിന് വേണ്ടി ശത്രു ഒരു കെണി ഒരുക്കിയത്. ഒരു വലിയ സ്വർണബിംബം ഉണ്ടാക്കിയിട്ട് അതിനെ സകല ആളുകളും രാജ്യത്തുള്ള സാമ്രാജ്യത്തിലുള്ളതായ സകല ആളുകളും അതിനെ നമസ്കരിക്കണം. അതിനുവേണ്ടി കാഹളം, തമ്പുരു, വീണ, നാദകസ്വരം ഇങ്ങനെയുള്ളതായ ചില വാദ്യഘോഷങ്ങൾ മുഴക്കും. അപ്പോൾ സകലരും വീണ വിഗ്രഹത്തെ നമസ്കരിക്കണം എന്നുള്ളതായിരുന്നു രാജകൽപ്പന. എന്നാൽ ശദ്രക്കും, മേശക്കും, അബേദ്നെഗോ എന്ന് പറയുന്നതായ ദൈവദാസന്മാർ വിഗ്രഹത്തെ ആരാധിക്കുവാൻ തയ്യാറാകാതെ ഇരുന്നപ്പോൾ അവരെ കുറിച്ചുള്ളതായ പരാതി രാജാവിന്റെ സന്നിധിയിലെത്തി. അപ്പോൾ രാജാവ് സ്നേഹിക്കുന്ന വ്യക്തികൾ കൂടിയായിരുന്നു ഇവർ, എങ്കിലും രാജകൽപ്പനയെ ലംഘിച്ചു എന്നുള്ളത് കൊണ്ട് അവരെ ഒന്നുകൂടെ താക്കീത് ചെയ്തിട്ട്, ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, ഇനി വീണ്ടും ഒരു അവസരം കൂടെ നിങ്ങൾക്ക് തരികയാണ്. ഞാനിവിടെ കാഹളം, കുഴൽ, തമ്പുരു, വീണ, നാഗസ്വരം ഇങ്ങനെയുള്ളതായ വാദ്യഘോഷങ്ങൾ ഒന്നുകൂടെ മുഴക്കുമ്പോൾ നിങ്ങൾ വീണന്റെ വിഗ്രഹത്തെ നമസ്കരിച്ചു കൊള്ളണം. ഇല്ല എങ്കിൽ ചൂളയുടെ ചൂട് 7 ഇരട്ടി കൂടെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്റെ കയ്യിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനായ ഒരു ദേവനും ഭൂമിയിലില്ല എന്ന് അവരെ ശക്തമായി താക്കീത് ചെയ്യുകയും അവരെ ഭീതിപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ കർത്താവിന്റെ ദാസന്മാരായ ശദ്രക്കും, മേശക്കും, അബേദ്നെഗോവും രാജാവിന് കൊടുത്ത മറുപടി നെബൂഖദ്നേസരെ എന്നാണ് വിളിച്ചത്. അല്ലാതെ തിരുമേനിയെ, യജമാനനെ എന്നൊന്നും അല്ല വിളിച്ചത്. ജീവനുള്ള ദൈവത്തിന്റെ മഹാരാജാവിന്റെ സന്തതികളാണ് അവർ വിളിച്ചു പറഞ്ഞത്. സ്തോത്രം. നെബൂഖദ്നേസരെ,
ഈ കാര്യത്തിൽ നിന്നോട് യാതൊരു മറുപടിയും പറയുവാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ഞങ്ങൾ നിത്യേന സേവിക്കുന്നവരായ ഞങ്ങളുടെ ദൈവമായ യഹോവ നിന്റെ തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുവാൻ അവൻ മതിയായവനാണ്, ശക്തനാണ്. ഒരു പക്ഷേ അവൻ ഞങ്ങളെ വിടുവിച്ചില്ല എങ്കിലും നീ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സ്വർണബിംബത്തെ ഞങ്ങൾ ആരാധിക്കുകയില്ല എന്ന് ശക്തമായിട്ടും കർത്താവിന്റെ ദാസന്മാർ പറഞ്ഞു. അപ്പോൾ രാജാവിന്റെ കോപവും വർദ്ധിച്ചു. മറ്റുള്ളവരോട് സ്തോത്രം ഈ മൂവരെയും തീച്ചൂളയിൽ ഇടുവാനായിട്ടുള്ള കൽപ്പന പുറപ്പെടുവിച്ചു. അവരുടെ സൈന്യത്തിൽ ഏറ്റവും അജാന ബാഹുക്കളായ ആരോഗ്യ ദൃഢഗാത്രന്മാരായിരിക്കുന്ന ആളുകളെ വിളിച്ച് ഇവരുടെ കൈയും കാലും ബന്ധിച്ച് ഇവരെ തീച്ചൂളയിൽ എറിയുവാൻ കൊണ്ടുപോയി. അവരെ തീച്ചൂളയിൽ എറിയുന്നതിന് മുമ്പ് ചൂളയുടെ ചൂട് അതികഠിനമായിരുന്നത് കൊണ്ട് എറിയുവാനായിട്ട് കൊണ്ടുചെന്നതായ ആളുകൾ ഭസ്മമായി തീർന്നു എന്നാണ് ദൈവവചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നത്. അതിനുശേഷം ഒരു മിനിറ്റ് ഒന്ന് ഇടപെട്ടോട്ടെ. നമ്മള് ഈ വിഷയം നമുക്ക് വേറൊരിക്കൽ ഒരു വിഷയം ചർച്ച ചെയ്യാം. പാസ്റ്റർ ഈ വിഷയത്തില് നമ്മുടെ മമ്രയുടെ തോപ്പിൽ പ്രത്യക്ഷമായ ദൈവങ്ങളാണോ, യഥാർത്ഥ ദൈവം ആരാണെന്നുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തിയാണോ പാസ്റ്റർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? വിഷയം നമ്മൾ ഞാൻ ആ ഏക ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ സംസാരിച്ചു വന്ന വിഷയം അങ്ങ് പൂർത്തിയാക്കിക്കോട്ടെ, കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഒരുപാട് സമയം എടുക്കരുത്. കാരണം വിഷയം ഇപ്പൊ നമ്മൾ ശാദ്രക്കും മേശക്കും അബേദ്നെഗോയിലേക്ക് പോയി. അപ്പം നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ആ വിഷയം നമ്മൾ വേറെ ദാനിയേലിന്റെ ബിംബത്തെ കുറിച്ചൊക്കെ വേണം ഒരു ഡിസ്കഷൻ വെക്കാം. ബേപ്പാസ്റ്റർക്ക് ആരോ അയച്ചു തന്ന ചോദ്യമാണ് മമ്രയുടെ തോപ്പിൽ വെളിപ്പെട്ടത് ദൈവങ്ങളാണോ, യഥാർത്ഥ ദൈവം ആരാണെന്നുള്ളത്. അപ്പൊ ആ വിഷയത്തിനകത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അനുവാചകർ, കേൾവിക്കാര് വിചാരിക്കുമല്ലോ ചോദ്യം ഏതാണ്, ഉത്തരം വേറെ ഏതാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പറ്റുന്നുകൊണ്ടല്ല. ഞാൻ പറഞ്ഞു വന്നതും മമ്രയുടെ തോപ്പിൽ വെളിപ്പെട്ട അതേ ദൈവം തന്നെയാണ് ശദ്രക്കിനെ മേശക്കിനെ അബേദ്നെഗോവിനെയും രക്ഷിക്കുവാനായിട്ട് തീച്ചൂളയിലേക്ക് ഇറങ്ങിച്ചെന്നത് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇത്രത്തോളം പറഞ്ഞത്. സ്വതന്ത്രം അത് എൻ്റെ മറുപടി അല്പം ദീർഘിച്ചു പോയി എന്നെനിക്ക് തോന്നുന്നു. എങ്കിലും ആകട്ടെ, ഞാൻ സ്തോത്രം, മമ്രയുടെ തോപ്പിൽ അബ്രഹാമിന് വെളിപ്പെട്ട സർവശക്തിയുള്ള ദൈവമായ ഏക കർത്താവ്, അവൻ പഴയ നിയമത്തിൽ യഹോവയായ ദൈവമായിരുന്നു എങ്കിൽ പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ ആദ്യനും അന്ത്യനും ഒന്നാമത്തവനും ഒടുക്കത്തവനും ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് മമ്രയുടെ തോപ്പിൽ വെളിപ്പെട്ട ആ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് തന്നെയാണ് ആ വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്ന കർത്താവായ യേശു ക്രിസ്തു. അവനല്ലാതെ വേറൊരു ദൈവം ഇല്ല. ആ ദൈവം തന്നെ ഏക സത്യ ദൈവം. അവനാണ് അബ്രഹാമിന് വെളിപ്പെട്ട ദൈവം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. ദൈവം ഏകനാണെന്നും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരേ ദൈവമാണെന്നും ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനെയും അഗ്നികുണ്ഡത്തിൽ നിന്ന് വിടുവിക്കാൻ ഇറങ്ങി വന്ന അതേ ദൈവം തന്നെയാണ് മമ്രയുടെ തോപ്പിൽ വെളിപ്പെട്ടതെന്നും വളരെ വ്യക്തമാക്കി അറിയിച്ചതിന് നന്ദി. നമ്മുടെ ചോദ്യങ്ങൾ എല്ലാം തന്നെ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചോദ്യത്തിന് ആധാരമായ വിഷയം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ മമ്രയുടെ തോപ്പിൽ പ്രത്യക്ഷമായ 3 വ്യക്തികൾ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആണ് ടിപ്പിക്കൽ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ധാരാളമായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ കാരണവും നമുക്കറിയാം. പെന്തക്കോസ്തുകാരുടെ ഇടയിൽ അവരുടെ വിശ്വാസികൾ ആരും തന്നെ ദൈവവചനത്തിൽ അറിവുള്ളവരാകരുത് എന്നുള്ളതാണ് അവരുടെ പാസ്റ്റർമാരുടെ ഏറ്റവും വലിയ താല്പര്യം. കാരണം അവരും ബൈബിൾ വായിച്ചാൽ പിന്നെ പ്രസംഗിക്കാൻ വിഷയമില്ലാതെ ഇപ്പോൾ. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ അറിയുന്നതൊക്കെയും വിശ്വാസികൾ അറിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമുക്കറിയാമല്ലോ, ചില അധ്യാപകരുണ്ട്, അവർക്ക് അറിയാവുന്ന മുഴുവൻ വിദ്യാർത്ഥികൾ കൊടുക്കല, പിന്നെ അധ്യാപകരെ പിള്ളേർ വില വെക്കുകയല്ല. അതുകൊണ്ട് പെന്തക്കോസ്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്റെ അനുഭവത്തിൽ അറിയാം, എന്തെങ്കിലുമൊക്കെ തക്കട തരികട വെച്ചിട്ട് അവര് പരിപാടി ഒന്ന് ആടി തിമിർത്ത് അവരുടെ പോകുമെന്നല്ലാതെ ഒന്നും പഠിപ്പിക്കത്തില്ല. നമ്മളങ്ങനെയല്ല. നമ്മൾ ബൈബിൾ പഠിപ്പിക്കുക, ഓരോ വിഷയങ്ങളെടുത്ത്
നമ്മൾ സഭയ്ക്കകത്താണെങ്കിലും ഇതുപോലെ ഡിസ്കഷനിലാണെങ്കിലും നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ JCNDSD ഒരിക്കലെങ്കിലും കടന്നു വന്നിട്ടുള്ള ആളുകൾക്ക് ദൈവവചനം അറിയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്ന് നമുക്കറിയാം. അതും ഏതെങ്കിലും ഒരു പെന്തക്കോസ്റ്റൽ ബൈബിൾ സെമിനാരിയുടെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റിന്റെ അടിസ്ഥാനത്തിലല്ല, നമ്മൾ ബൈബിളിന്റെ മാത്രത്തിൽ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ സത്യസന്ധമായും വസ്തുനിഷ്ഠമായും ബൈബിൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിശ്ചയമായും JCNDSDയുടെ പ്ലാറ്റ്ഫോം വളരെ അനുഗ്രഹപ്രദമാണ് എന്നുള്ളത് ഓരോ ദിവസവും ഏതാനും 2 പേരെങ്കിലും, എന്നെ സംബന്ധിച്ച് ഒരു 2 പേരെങ്കിലും വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൽ പ്രസംഗിക്കുന്ന എല്ലാവരെയും വിളിക്കാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഓരോ ആഴ്ചയിലും ഡിസ്കഷന് വേണ്ടി എടുത്തിട്ടുള്ളത് എന്നുകൂടി ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകരെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ബൈബിൾ പറയുന്നത് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ യഥാർത്ഥ ബൈബിൾ സത്യങ്ങൾ ദൈവത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച്, സ്നാനത്തെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച്, കർത്താവിന്റെ വരവിനെ കുറിച്ച്, നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, ഇങ്ങനെയുള്ള അനവധി വിഷയങ്ങൾ നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്തിട്ടുണ്ട്. മറ്റൊരു വിഷയമായി ഞങ്ങൾ നിങ്ങളെ സമീപിക്കുന്നതായിരിക്കും. ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ ബ്രദർ വിൽസൺ ഉണ്ട്. അദ്ദേഹത്തിന് അല്പസമയം വേർതിരിക്കുന്നു. നമ്മുടെ പാസ്റ്റർ MBB ആ വിഷയം എടുത്തപ്പം ആ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനാ ഞാൻ പറഞ്ഞത്. നമ്മള് സാധാരണ ഈ തൃത്വക്കാരെ നോക്കുമ്പോഴത്തേക്ക് അവര് മിക്കവാറും 3 തെരഞ്ഞു നടക്കുവാണ്. എല്ലായിടത്തും 3 കാണുന്നിടത്ത് എല്ലാം അവരിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുവാണ്. അതുപോലെ നമുക്കൊരു വൃത്താന്തം പാസ്റ്റർ പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. നെബൂഖദ്നേസർ നോക്കുമ്പം 1 ലൈക്ക് സൺ ഓഫ് ഗോഡ്സ് എന്ന് അയാൾ കാണുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ തലയിൽ ഗോഡ്സ് ആണ് ഉള്ളത്. അതുപോലെ നമ്മുടെ തൃത്വക്കാരുടെ തലയിൽ എപ്പോഴും 3 ഇരിക്കുന്നത്. അവര് എപ്പോഴും 3 കാണുന്നത്. ഈ എന്തുവാണ് നമ്മൾ തല വെച്ച് നോക്കുന്നത്, അതാണ് നമുക്ക് എപ്പോഴും കാണുവാൻ പോകുന്നത്. ആ ഒരു കാര്യം ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ എപ്പോഴും മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമാൻഡ്മെന്റ്, ദൈവം ഏകൻ എന്ന അടിസ്ഥാന ആ ഒരു ഉപദേശത്തിൽ നിന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും കാണുന്നതും. അവിടെ നമ്മൾ അങ്ങനെ കാണുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും ദൈവം ഏകനാന്നുള്ള കാര്യം നമ്മൾ വചനത്തിൽ നോക്കുവാൻ നോക്കും. നേരെ മറിച്ച് തൃത്വക്കാരെപ്പോഴും 3 നോക്കി നടക്കുന്നുണ്ട്. അവർക്ക് എപ്പോഴും 3 അതിനകത്ത് കാണാൻ ഉള്ള അവസരം ദൈവം ഒരുക്കിയിട്ടുമുണ്ട്. താങ്ക് യു. ഞാൻ്റെ ഇത് വ്യക്തിപരമായ വിമർശനമായിട്ട് കാണരുത്. കാരണം നമ്മുടെ ഓഡിയൻസ് ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. നമ്മളൊരു വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ ആ ഒരു വിഷയത്തിന് അവോത്ബലകമായി നമ്മൾ എടുക്കുന്ന ഒരു വിഷയത്തിന് നമ്മളൊരു റെഫറൻസ് ആയിട്ട് എടുക്കാം. പക്ഷെ ആ വിഷയത്തിലേക്ക് നമ്മൾ ചാടിപ്പോയിട്ട് അത് നമ്മുടെ ടോപ്പിക്കായിട്ട് മറ്റുള്ളവർക്ക്, എന്റെ മാത്രം അഭിപ്രായമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പൊതുവിലും എനിക്ക് തോന്നുന്നു ആ വിഷയത്തിൽ നമ്മളൊരു വിഷയം എടുക്കുമ്പോൾ സെൻട്രൽ പോയിന്റ് ആ വിഷയത്തിൽ തന്നെ നിൽക്കുക. വേറൊരു വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലേക്ക് കാട്ടിച്ചെന്നപ്പെട്ട പോലെയൊക്കെ ആയിട്ട് നമ്മുടെ 1-2 ദേവദാസന്മാർ പല വിഷയങ്ങളും നമ്മൾ ഗ്രൂപ്പിൽ സംസാരിക്കുമ്പോൾ വിഷയത്തിൽ നിന്ന് പിന്നെ അവർ എതിലേ പോയെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ കാട്ടിച്ചെന്നപ്പെട്ട പോലെ തിരിച്ചു കയറി വരാൻ പറ്റാത്തൊരു ഇതുണ്ടാവും. ഞാനതൊരു വിമർശനമായിട്ട് പറയല്ല. നമ്മളെപ്പോഴും നമ്മളെ ആളുകൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ വിഷയത്തിൽ നിന്ന് സംസാരിക്കുന്നവർ എന്നുള്ള നിലയിലാണ്. അപ്പം ബേബി പാസ്റ്ററെ കുറ്റപ്പെടുത്തുകയല്ല, ബേബി പാസ്റ്റർ അത് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ഞാനൊരു കേൾവിക്കാരന്റെ സ്ഥലത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നിയതായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വരും ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ, പിന്നെ ഇതിനകത്തൊരു പരിമിതിയും കൂടി ഉണ്ടായിരുന്നു. ഈ പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തെ തന്നെ എല്ലാവരും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇതിനകത്ത് കയറി വന്നത്. അപ്പൊ പിന്നെ ബേബി പാസ്റ്ററെ സംബന്ധിച്ചോളം ചോദ്യത്തിന് വേറൊരു ഉത്തരം തരാനില്ലാത്ത പോലെ ഈ വിഷയം നീരാളി പിടിച്ച പോലെ എല്ലാവരും കയറി പിടിച്ച വിഷയമായി. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, നന്നായിരുന്നു. നമ്മൾ ഇനി അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. വിമർശനമായിട്ട് ഇതിനെ കാണരുതെന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ബ്രാൻകുട്ടി പാസ്റ്റർക്കും എന്തോ ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് തോന്നുന്നു. അല്ല, അധികമൊന്നുമില്ല. പറയാനുള്ള ഇതാണ് വിഷയം. അവിടെ മമ്രയുടെ തോപ്പിൽ ഈ 2 ദൂതന്മാരെയും യഹോവയും കണ്ടപ്പോൾ 3 ആക്കി. അപ്പൊ എവിടെ 3 ഉണ്ട് അവിടെ പോയി തപ്പി പിടിച്ചിട്ട് ഇവർക്ക് 3 ആക്കണം. ദൈവം ഒന്നെന്ന് പറയുമ്പം, ഞാൻ ഏകനാന്ന് പറയുമ്പം അതിന്റെ മേളിൽ അവർക്കൊരു 3 ചേർത്തിട്ട് 3 ഏകൻ എന്ന് പറയണം. എവിടെ ഞാൻ ജാംനഗറിൽ ആയിരുന്നപ്പോ അവിടെ IPC പോയിക്കൊണ്ടിരിക്കുമ്പോ അവിടെ പറയാണ്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. എന്നോട് ആ ഭാഷ പറയാണ്, പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, KM വർഗീസ്. IPCയുടെ ഭാഷ എന്നോട് പറയാണ്, പിതാവിന് ഒരു പരിശുദ്ധൻ, പിതാവിന് ഒരു മഹത്വം, പുത്രന് ഒരു മഹത്വം, പരിശുദ്ധ മഹത്വം.
എത്ര വിഡിത്തമായിട്ടുള്ള കാര്യങ്ങളാ. 3 പരിശുദ്ധരുണ്ടായിട്ട് അത് പിതാവും പുത്രനും കൊടുക്കുകയാണ്, ഓരോന്ന് കൊടുക്കുകയാണെന്ന്. അപ്പം അവിടെ ഇടതിടവില്ലാതെ 24 hours കൊടുക്കുകയാണെന്ന് വെളിപ്പാടി പറയുന്നുണ്ട്. പിന്നെ 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 യേശുക്രിസ്തുവിന്റെ സ്നാന സമയത്ത് പിതാവ് അവിടെ നിന്ന് ശബ്ദിക്കുന്നു, പ്രാവ് ഇവിടെ ഇറങ്ങി വരുന്നു, പുത്രൻ ഇവിടെ നിൽക്കുന്നു. അപ്പൊ എവിടെ 3 കണ്ടോ അവിടെ കയറി പിടിക്കും. മത്തായി 28:19 വാക്യത്തിൽ അവർ കണ്ടിന്യൂസ് പിടിച്ചോണ്ടിരിക്കുക, അതേ ഉള്ളു. അപ്പം ഈ 3 വിട്ടിട്ട് കേൾവിക്കാരായിരിക്കുന്ന വിശ്വാസികള് ഏകസത്യ ദൈവത്തിലേക്ക് വരണം. ഈ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എന്റെ നിര്യാണത്തിന് ശേഷം കൊടിയ ചെന്നായ്ക്കൾ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞ ആ ചെന്നായ്ക്കളാണ് ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന തൃത്വ പെന്തക്കോസ്തുകാരിലെ പാസ്റ്റർമാരും ഉപദേശന്മാരുമാണ് ഈ കൊടിയ ചെന്നായ്ക്കളും ഈ എലിമാസും. എലിമാസ് എന്ന് പറയുന്നത് വ്യക്തി തന്നെയാണ് അന്നുണ്ടായിരുന്നത്. സുവിശേഷം പൗലോസ് പറയുമ്പോൾ തടഞ്ഞു. അതുപോലെ ഏകസത്യ ദൈവത്തെ വെളിപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഈ തൃത്വ പെന്തക്കോസ്തുകാർക്ക് എലിമാസുമാര് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, കണ്ടു തുറക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഇനി മറ്റാർക്കും എന്തെങ്കിലും അതിനോട് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ നമുക്ക് റെക്കോർഡിംഗ് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു വിഷയം നമുക്ക് ഇതിന് ശേഷം നമുക്ക് ഇത് ക്ലോസ് ചെയ്തതിനു ശേഷം മറ്റൊരു വിഷയം അടുത്ത ദിവസം ചർച്ച ചെയ്യാനുള്ള എടുക്കാം. കുറച്ചുകൂടി സ്കോപ്പുള്ള ഒരു വിഷയമായിരിക്കും, നമുക്ക് എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയമായിരിക്കും നല്ലതെന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ പാസ്റ്റർ ബേബി എം ബേബി അവർ എടുത്ത ആ വിഷയത്തെ ആസ്പദമാക്കി വേണമെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വേണമെങ്കിൽ എടുക്കാം. അത് ഒരു വലിയ സ്കോപ്പുള്ള ഒരു വിഷയമാണ്. പക്ഷെ ജനറലി പെന്തക്കോസ്തുകാർക്കെല്ലാം അറിയാവുന്ന ഒരു വിഷയമായതുകൊണ്ടും അതിനകത്ത് വലിയൊരു അവർക്ക് അവിടെ ഒരു ട്രിനിറ്റിയോ വൺനെസ്സോ ഒന്നും ഇല്ലാത്തതുകൊണ്ടും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു പ്രസംഗത്തിന് വലിയ സ്കോപ്പുള്ള വിഷയമാണ്. എന്തായാലും വിഷയം നമുക്ക് തീരുമാനിക്കാം. എന്തായാലും ഇവിടെ മറ്റാർക്കും എന്തെങ്കിലും ഒന്നും ആഡ് ചെയ്യാനില്ലെങ്കിൽ നമുക്ക് ഈ വിഷയം റെക്കോർഡിംഗ് ഇവിടെ അവസാനിപ്പിക്കാം.